കൂട്ടക്കൊലപാതകത്തിൽ ജീവൻ നഷ്ടമായ സൽമാ ബീവി, മകൻ അബ്ദുൾ ലത്തീഫ്, ഭാര്യ സാജിദ ബീഗം എന്നിവരുടെ മൃതദേഹം താഴെ പാങ്ങോട് ജുമാ മസ്ജിദിലെത്തിച്ചു. പേരുമല ജംഗ്ഷനിലാണ് അഫ്സാന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. പാങ്ങോട് ജുമാ മസ്ജിദിൽ നിന്ന് സലീം മാലിക്കും പേരുമല ജംഗ്ഷനിൽ വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറുമുണ്ട്. ആദ്യം നമ്മൾ ഷഫീദ് റാവുത്തറിലേക്ക് പോവുകയാണ്. ഷഫീദ്, അനുജനോട് എന്തായാലും ഒരുപാട് സ്നേഹമായിരുന്നു എന്ന് തെളിയിക്കുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. പക്ഷേ അവസാനവും ഈ അനുജനെ ഇട്ടിട്ട് പോകാൻ ബുദ്ധിമുട്ടുകൊണ്ടാണോ എന്തോ ഈ പറയുന്നത് പോലെ അവനെയും മരണത്തിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ആ മൃതദേഹം അവിടെ വീട്ടിലെത്തിച്ചു എന്ന് മനസ്സിലാക്കുന്നു. വികാരനിർഭരമായ രംഗങ്ങളായിരിക്കാം അവിടെ. വിവരങ്ങൾ. ക്രിസ്ത്യന, അക്ഷരാർത്ഥത്തിൽ പേരുമല ജംഗ്ഷൻ ഒരു സങ്കടക്കടലായി മാറുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിരവധി ആളുകൾ ഈ സ്ഥലത്തേക്ക്, അതായത് ഇതൊരു സാധാരണ ഗ്രാമമാണ്. ഈ വെഞ്ഞാറമൂട് ടൗണിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാറിയുള്ളൊരു സാധാരണ ഗ്രാമമാണ്. അവിടേക്ക് ഈ പള്ളി, സ്കൂള് ഇതൊക്കെ കേന്ദ്രീകരിച്ചാണ് അവരുടെ ജീവിതമൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അവിടേക്കാണ് അവരുടെ പ്രിയപ്പെട്ട ഒരു കൊച്ചുമകൻ ഇന്നലെ ഇതേ സമയം, ഇന്ന് ചേതനയേറ്റ ഈ ആൾക്കൂട്ടത്തിന് നടുവിൽ അഫ്സാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഇന്നലെ ഇതേ സമയം സ്വന്തം സഹോദരൻ അഫ്സാനെ കൊലപ്പെടുത്തുന്ന ഒരു സമയമായിരുന്നു എന്ന് പറയേണ്ടി വരും. ഈ പൊതുദർശനം നടക്കുന്ന ഈ സ്ഥലത്തിന് 300 മീറ്റർ അപ്പുറമാണ് പേരുമലയിലെ നമ്മൾ അഫാൻ്റെയൊക്കെ വീടുള്ളത്. അവിടെ നിന്ന് സ്ട്രെയിറ്റ് റോഡ് നടന്നാൽ ഈ പൊതുദർശനം നടക്കുന്ന ജംഗ്ഷനിലേക്ക് എത്താം. ഇപ്പോൾ ഈ പേരുമല നിവാസികൾ ഒന്നാകെ ഈ ജംഗ്ഷനിലേക്ക് എത്തി അവസാനമായി ആ 8ാം ക്ലാസ്സുകാരനെ, ആ 13 വയസ്സുകാരനെ ഒരു നോക്ക് കാണാൻ. കാരണം എന്തിനാണ് താൻ കൊല്ലപ്പെട്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാകാം ഒരുപക്ഷെ അവസാന നിമിഷം സഹോദരനോടുള്ള വിശ്വാസ്യത അടക്കമുള്ള കാര്യങ്ങൾ ആ 13 വയസ്സുകാരനുണ്ടായിരുന്നു. കാരണം പലതരത്തിലുള്ള കഥകൾ നാട്ടുകാർ പറഞ്ഞെങ്കിലും സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തുന്ന ക്രൂരത, അയാൾക്ക് ഒരു തരി പോലും ആ സഹോദരൻ്റെ ഇഷ്ടമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത്രത്തോളം ക്രൂരമായ മനോവികാരമില്ലാത്ത ഒരാൾക്ക് സ്വന്തം സഹോദരനെ ഭക്ഷണം കൊടുക്കാം, അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ച് വിശ്വസിപ്പിച്ചൊക്കെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്. നാട്ടുകാരന് എന്തൊക്കെ കഥ പറഞ്ഞാലും, എത്രമാത്രം അഫാന്റെ സ്വഭാവത്തെ വിശേഷിപ്പിച്ചാലും, അതേപോലെ അമ്മയെ കൊലപ്പെടുത്താനുള്ള ശ്രമം, സഹോദരനെ, അതേപോലെ തന്നെ ജീവനതുല്യം സ്നേഹിച്ച പ്രണയിനിയെ, പിതൃമാതാവിനെ, പിതൃ സഹോദരനെ, അവരുടെ ഭാര്യയൊക്കെ കൊലപ്പെടുത്താനുള്ള മനോവികാരത്തിലേക്ക് അഫാൻ പോയതിനെ ഒരു തരത്തിലും നമുക്കൊരു സാഹചര്യവും കൊണ്ട് ന്യായീകരിക്കാൻ കഴിയില്ല. ഇവിടുത്തെ ആൾക്കൂട്ടം, ഈ തിരക്കിലൂടെ പോകുന്ന ഈ ആൾക്കൂട്ടം തന്നെയാണ് അതിന് സാക്ഷി, അല്ലെങ്കിൽ അതിന് ഉദാഹരണമെന്ന് പറയുന്നത്. ഏതായാലും നാട്ടുകാർക്ക് വലിയ പ്രിയപ്പെട്ടവനായിരുന്നു ഈ 13 വയസ്സുകാരൻ എന്നുള്ള കാര്യവും നാട്ടുകാർ പലപ്പോഴായി ഓർമ്മിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇന്നലെ നമ്മുടെ ഈ സംഭവം നടന്ന, അതായത് ഈ കൂട്ടക്കൊലപാതകമൊക്കെ നടന്ന ഈ പേരുമലയിലെ അവരുടെ വീടിന് മുൻവശത്ത് കട നടത്തുന്ന സിന്ധു എന്ന സ്ത്രീ പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഇന്നലെ വൈകിട്ട് 4:30 ഈ 13 വയസ്സുകാരൻ, ഈ ജീവനില്ലാതെ കിടക്കുന്ന 13 വയസ്സുകാരൻ സ്കൂൾ ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ അമ്മ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് അമ്മ സ്ഥിരമായി താക്കോൽ കൊടുക്കുന്ന മറ്റൊരു വീട്ടിലേക്ക് പോയി. അപ്പോഴേക്കും തൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് അയാളുടെ സഹോദരൻ അഫാൻ ഇയാളെ കൂട്ടാൻ അവിടേക്ക് പോകുന്നു. പിന്നീട് ഇരുവരും ഒരു ബൈക്കിൽ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു. ശേഷം അവിടേക്ക് മടങ്ങി ഓട്ടോറിക്ഷയിൽ ഈ 13കാരൻ തിരികെ എത്തി. സഹോദരൻ അല്പസമയം ശേഷം ബൈക്കിൽ മടങ്ങിയെത്തി എന്നുള്ളതൊക്കെയാണ് സിന്ധു പറഞ്ഞത്. അപ്പോൾ ഈ കൊലപാതകം അയാൾ ഏതാണ്ട് ഒറ്റ ദിവസം കൊണ്ടാണെങ്കിലും ഈ കൊലപാതകങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. ഒടുവിൽ ക്രൂരമായി സഹോദരൻ്റെ തലയ്ക്ക് ചുറ്റിക ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്ന അതിക്രൂരമായിട്ടുള്ള സംഭവം അതാണ് പേരുമലയിൽ ഉണ്ടായത്. ഏതായാലും വൈകാരികമാണ് ഇവിടുത്തെ കാഴ്ചകൾ. അഫ്സാന്റെ ഇവിടുത്തെ പൊതുദർശനം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കും. അതിനുശേഷം താഴെ പങ്ങോട്ടെ ജുമാ മസ്ജിദിലേക്ക് ഈ മൃതദേഹം കബറടക്കത്തിനായി കൊണ്ടുപോകും. അവിടെ ഈ 13 വയസ്സുകാരനെ കാത്ത് പിതാവിൻ്റെ മാതാവുണ്ട്, അതേപോലെ തന്നെ പിതാവിൻ്റെ സഹോദരനും പിതാവിൻ്റെ സഹോദരൻ്റെ ഭാര്യയും ഒക്കെ ഉണ്ട്. അവരും ഇതേപോലെ ജീവനറ്റ അവസ്ഥയിലാണ്. ഒരൊറ്റൊരാളുടെ മാനസിക വിഭ്രാന്തി കൊണ്ട് ഒരു എത്ര ജീവനുകൾ, 5 ജീവനുകൾ പൊലിഞ്ഞു. സ്വന്തം മാതാവ് ജീവന് വേണ്ടി മല്ലടിച്ച് ഇപ്പോഴും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടക്കുകയാണ്. അത്രമാത്രം ഒരുപക്ഷെ കേരളത്തെ ഞെട്ടിച്ച ക്രൂരത. ഇന്നലെ വൈകിട്ട് 7 മണിക്കാണ് ഈ വാർത്ത ആദ്യമായി പുറത്തു വരുന്നത്. അതിനുശേഷം ഈ മണിക്കൂർ വരെ കേരളത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച, എന്തിനാണ് ഈ കൊലപാതകമെന്ന് പോലീസിന് ഇപ്പോഴും ഉറപ്പിക്കാൻ കഴിയാത്ത, അതിനൊക്കെ അപ്പുറത്തേക്ക് പോലീസിന് മൊഴി നൽകിയപ്പോൾ ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്ത് ദേഹമൊക്കെ കഴുകി ഡ്രസ്സ് മാറ്റി അഫാൻ എന്ന് പറയപ്പെടുന്ന കൊടും ക്രൂരൻ ഈ ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഫോണിൽ നോക്കി ഗെയിം കളിച്ചു എന്നുള്ള മൊഴിയൊക്കെ പോലീസിന് നൽകിയിട്ടുണ്ട്. അത്രത്തോളം ക്രൂരമായ, അത്രത്തോളം തീവ്രമായ, അത്രത്തോളം
ഈ ക്രൂരം എന്നല്ലാതെ മറ്റൊരു വാക്ക് അതിനില്ല. ആ രീതിയിൽ മാനസികാവസ്ഥയുള്ള ഒരാൾ, അയാളാണ് അഫാൻ. അഫാന്റെ മാനസിക അസ്ഥിരതയിൽ, അതല്ലെങ്കിൽ അയാളുടെ ചെയ്തിയിൽ ജീവനറ്റ് കിടക്കുന്ന സ്വന്തം സഹോദരൻ, അതിന് ഒരു തരത്തിലുള്ള ന്യായീകരണവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ആ പ്രിയപ്പെട്ട സഹോദരനെ കാണാൻ, ആ 13 വയസ്സുകാരനെ കാണാൻ, അഫ്സാനെ കാണാൻ ഒരു നാടൊന്നാകെ ഈ ഗ്രാമങ്ങളുടെ ഒരു പ്രത്യേകത കൂടിയാണത്. അവിടെ അവരധികം പേരോടൊന്നും ഒരുപാട് സംസാരിച്ചിരുന്ന ഒരു കുടുംബമൊന്നും അല്ലെങ്കിൽ പോലും എല്ലാവരും പരസ്പരം അറിഞ്ഞിരുന്നു. അതുപോലെ ഈ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടി ഇന്നലെ വരെ അവൻ കളിച്ചും ചിരിച്ചും നടന്നിരുന്നതാണ്. അവൻ്റെ മൃതദേഹം അന്ത്യയാത്ര നൽകാൻ ഒരു നോക്ക് കാണാനായി ആ നാട് മുഴുവൻ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. തികച്ചും വൈകാരികമായ രംഗങ്ങൾ. ഒരു നോക്ക് അവനെ കണ്ടിട്ട് മടങ്ങാൻ വേണ്ടി ആ നാട് മുഴുവൻ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ പാങ്ങോട് ജുമാ മസ്ജിദിലേക്ക് നമുക്കൊന്ന് പോകേണ്ടതുണ്ട്. സലിം മാലിക്കാണ് അവിടെ നിന്ന് ചേരുന്നത്. സലിം, പാങ്ങോട് ജുമാ മസ്ജിദിലാണ് ഖബറടക്കം നടക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ആയോ? അവിടെയും ഇതുപോലെ ഇപ്പോൾ നമ്മൾ അഫ്സാന്റെ മൃതദേഹം വച്ചിരിക്കുന്ന പൊതുദർശനത്തിനെത്തിയിരിക്കുന്ന ജനാവലിയെ കാണുകയായിരുന്നു. എത്രയെത്രയോ മനുഷ്യരാണ് അങ്ങോട്ടേക്ക് എത്തുന്നത് ആ മൃതദേഹം ഒരു നോക്ക് കാണാനായി. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ് സലിം? സ്മിത, ഇവിടെ ഈ താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദ് അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യക്കടലായി മാറുകയാണ്, ഒരു സങ്കടക്കടലായി മാറുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് ഈ അവസാനമായി ഈ 4 പേരെയും അവസാന നോക്ക് കാണാൻ, അവരെ അന്ത്യയാത്രയ്ക്ക് അയക്കാനായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പള്ളിക്കാട്ടിലൊരു മീസാൻ കല്ല് ഒന്നല്ല, ഒരുമിച്ചൊരു 4 മീസാൻ കല്ല് ഒരുങ്ങുകയാണ്. അതിലേക്കൊരു മൈലാഞ്ചിച്ചെടി മാത്രം കൂട്ടിന് പോകുന്ന ഏറ്റവും ഒടുവിലെ യാത്രയ്ക്ക് അവർ ഒരുങ്ങുകയാണ്. അങ്ങേയറ്റം സങ്കടകരമായ വൈകാരികമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ്, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് ഈ പള്ളിമുറ്റത്തേക്ക് എത്തുന്നത്. ഇവിടെ ഈ മദ്രസ ഹാളിലാണ് ഇപ്പോൾ ഇതിൽ ഈ 3 പേരുടെ മൃതദേഹം പൊതുദർശനത്തിനായി വെച്ചിരിക്കുന്നത്. അത് സൽമ ബീവി എന്നുള്ള ഈ കൊലപ്പെടുത്തിയ അഫാന്റെ പിതൃമാതാവ്, ഒപ്പം തന്നെ ഈ സൽമ ബീവിയുടെ മകൻ ലത്തീഫിന്റെ ഭാര്യ സാജിദ ബീഗം എന്നീ 3 പേർ ഇപ്പോൾ ഇവിടെയുണ്ട്. അല്പസമയത്തിനകം തന്നെ ആ പേരുമലയിൽ നിന്ന് ആ കുഞ്ഞു കുട്ടിയെ കൂടി ഇവിടേക്ക് കൊണ്ടുവരും. എന്ന 13 വയസ്സുകാരനെ കൂടി ഇവിടേക്ക് എത്തിക്കും. അങ്ങനെ 4 ഖബറിടങ്ങൾ ഒരുമിച്ചൊരുങ്ങുകയാണ് ഈ താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദിൽ. അങ്ങേയറ്റം സങ്കടകരമായ, അങ്ങേയറ്റം വൈകാരികമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇവിടെ ഈ ആൾക്കൂട്ടം ഇങ്ങനെ കൂടി നിൽക്കുന്നത്. ഇന്ന് അല്പസമയം മുൻപാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷം പല സ്ഥലങ്ങളിലായി പൊതുദർശനത്തിന് വെച്ച ഈ മൃതദേഹങ്ങളെല്ലാം ഒന്നിച്ച് ഇവിടേക്ക് ഈ താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദിലേക്ക് എത്തിച്ചത്. അതിനുശേഷമാണ് ഈ അഫ്സാന്റെ മൃതദേഹം വിട്ടുകിട്ടുന്നതിൽ കുറച്ച് സാങ്കേതികത്വങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അതുകൊണ്ടാണ് പേരുമലയിലെ പൊതുദർശനം അല്പം വൈകിയത്. ബാക്കിയെല്ലാം ഒരേ സമയത്ത് തന്നെ പലയിടങ്ങളിൽ, 2 ഇടങ്ങളിലും നടന്നു. പാങ്ങോട് ജുമാ മസ്ജിദ് അവിടെ 3 പേരുടെ പൊതുദർശനം നടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഖബറടക്കവും നടക്കും. അഫ്സാന് വിട നൽകാൻ നാട് മുഴുവൻ അങ്ങോട്ടേക്ക് എത്തിയ കാഴ്ചയും നമ്മൾ കണ്ടു. അങ്ങനെ 4 മൃതദേഹങ്ങളാണ് ഇപ്പോൾ അവിടെ പാങ്ങോട് ജുമാ മസ്ജിദിൽ ഖബറടക്കുക. സലിം മാലിക്കും ഷഫീദ് റാവുത്തറുമാണ് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.